ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചാക്കോച്ചനാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. സിബി വർഗീസ്, ഷാനവാസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ. ഉന്മാദം എന്ന സിനിമ 2 ദിവസം മുമ്പ് റിലീസായി. പുതുമുഖ ഡയറക്ടറായ കിരൺ ദാസ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഷാഹി കബീർ, മ്യൂസിക് മുജീബ് മജീദ്, പനോരമ സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ ടെക്നിക്കൽ സൈഡിലും പ്രൊഡക്ഷൻ സൈഡിലും. ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ലിജോമോള്, സുധീഷ്, സിദ്ദിഖേട്ടൻ, ഷാജു, സാബുമോൻ, കൃഷ്ണപ്രഭ, അങ്ങനെ കുറേ ആൾക്കാർ, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു നല്ല സിനിമയുമായിട്ട് കഴിഞ്ഞ 31-ാം തീയതി വരാനായിട്ട് സാധിച്ചു. കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആ ഒരു സ്നേഹവും ആ ഒരു നന്ദിയും അറിയിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ് വരുന്നത്. നമുക്കറിയാം, ഒരു മഴയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിലുപരി അതൊക്കെ തരണം ചെയ്തിട്ട് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹവും നന്ദി അറിയിക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ പേരിലും ഉന്മാദം സിനിമ ടീമിൻ്റെ പേരിലും. ആദ്യത്തെ ദിവസം റിലീസ് ചെയ്തതിൻ്റെക്കാൾ കൂടുതൽ ഒരു ക്രൗഡും ഒരു സ്നേഹവും രണ്ടാമത്തെ ദിവസം ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ സ്നേഹം കൂടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് നേരിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് എനിക്കറിയാവുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും സിനിമ കണ്ടവരും സിനിമ കാണാത്തവരും എല്ലാവരും കുറേ പേര് ഈ ലൈവിൽ വരുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹായ്. റോസ്, സാനി, അനന്തു, എല്ലാവർക്കും ഹായ്. ഒരുപാട് നമ്മുടെ ഷാഹി കബീർ, ഒറിജിനൽ ഷാഹി തന്നെയാണോ ദൈവമേ? ലിജോമോള് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പല തിയേറ്റർ വിസിറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു തൂഫാൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ നടന്നൊരു ഇൻസിഡൻ്റാണ് ശരിക്കും ഈ ഒരു ലൈവ് വരാനായിട്ട് പ്രത്യേകം എന്നെ പ്രേരിപ്പിച്ചത്. കാരണം എത്രത്തോളം ജനങ്ങൾ, പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ സിനിമകളെയും കഥാപാത്രങ്ങളും അതിലുപരി ചാക്കോച്ചൻ എന്നുള്ള വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നേരിട്ട് അറിയാനായിട്ട്, അനുഭവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങളോടെല്ലാവരോടും ഈ ഇത്രയും വർഷങ്ങളായിട്ട് 29 വർഷത്തിന് മേലെയായി നിങ്ങളുടെ ഈ സ്നേഹം അത് കൂടിക്കൂടി വരികയല്ലാതെ കുറഞ്ഞിട്ടില്ല. ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാതിരുന്നിട്ടും സിനിമയിലേക്ക് വരികയും ഒരു നടനെന്നുള്ള രീതിയിൽ തുടക്കകാലത്ത് അങ്ങനെ അധികം പ്രയത്നങ്ങളും ഒന്നും എടുക്കാതിരുന്ന ഞാൻ പിന്നീട് അത് തിരിച്ചറിയുകയും അത് നല്ല കഥാപാത്രങ്ങളിലൂടെ, നല്ല സിനിമകളിലൂടെ മാത്രമാണ് എനിക്ക് ആ സ്നേഹം നിങ്ങൾക്ക് തരുവാൻ പറ്റുക എന്നുള്ളതൊരു തിരിച്ചറിവുണ്ടാവുകയും ഇപ്പോൾ ഉന്മാദത്തിലെ ഷെല്ലിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആ സിനിമയ്ക്കും പ്രത്യേകിച്ച് ഷെല്ലി എന്ന കഥാപാത്രത്തിനും തരുന്ന സ്നേഹം അത് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ നിന്നും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നന്ദിയും ഇപ്പോൾ അറിയിക്കുകയാണ്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് നല്ല സിനിമയായിട്ട് കാണുകയും അത് ഏത് രീതിയിലാണ് നമ്മൾ ആ സിനിമയെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്, ഏത് രീതിയിൽ നമുക്ക് സിനിമകളിലൂടെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നൊരു പ്രബുദ്ധരായ ഒരു പ്രേക്ഷക സമൂഹം, പ്രത്യേകിച്ച് മലയാള സിനിമ പ്രേക്ഷക സമൂഹം ഉണ്ടെന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ സിനിമ തിയേറ്ററിലേക്ക് വന്ന് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയെപ്പറ്റിയും ഇതിലെ കഥാപാത്രങ്ങളെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വ്യക്തിപരമായ മെസ്സേജുകൾ അയക്കുകയും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം
മെസ്സേജുകളും അവരുടെ സന്തോഷങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ചിലർക്ക് വിയോജിപ്പുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാത്തരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയല്ല. പക്ഷേ ചില പ്രത്യേക വിഭാഗത്തിലുള്ള പ്രേക്ഷകരെ, കൂടുതലും കുടുംബ പ്രേക്ഷകരെ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ അത് എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും അതെനിക്ക് കിട്ടുന്ന പേഴ്സണൽ മെസ്സേജുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ വ്യക്തിപരമായ മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം, അത് എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ നന്നാകണം, എൻ്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഒരു പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും ഒരു സോപ്പിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വെറുതെ സന്തോഷിപ്പിക്കുന്നതിലുപരി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വ്യക്തതയോട് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ കൂടെയുള്ളതാണ് എന്നെ ഇപ്പോൾ ഈ നിലയിൽ ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പുതിയ ടീമിൻ്റെ കൂടെ, കിരൺ ദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം ആദ്യമായിട്ടാണ് ഷാഹിയുടെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടൊരു ജോയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പനോരമ സ്റ്റുഡിയോസ് എന്നുള്ളൊരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ്, ബോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിൽ ആദ്യമായിട്ടൊരു ത്രൂ ഔട്ട് ഒരു ഫുൾ ലെങ്ത് മലയാള സിനിമ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ മുജീബ് മജീദിന്റെ മ്യൂസിക് സ്കോർ, അതും ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അതേപോലെ ലിജോ മോളോ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഈ സിനിമയും പ്രത്യേകിച്ച് ഇതിലെ കഥാപാത്രങ്ങളുടെ ഒരു ആഴം, അതിന്റെ ലേയേഴ്സ്, ഇതെല്ലാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുകയും സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹം നേരിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2-3 തിയേറ്റർ വിസിറ്റുകൾ നടത്തിയപ്പോഴും അല്ലാതെയും പബ്ലിക് ഫംഗ്ഷൻസിന് പോയപ്പോഴും എല്ലാം ആ ഒരു സ്നേഹവും ആ ഒരു തിരിച്ചറിവും ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. അപ്പം അതിനുവേണ്ടിയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സാധാരണ നമ്മൾ ഈ സിനിമയെ ഉന്മാദത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഷാഹി കബീർ സിനിമ എന്നതിനപ്പുറം, ഷാഹിയുടെ സിനിമകൾ നമുക്കറിയാം പോലീസ് സ്റ്റോറീസ് ആണ് കൂടുതലും. അതിൽ തന്നെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ള അല്ലെങ്കിൽ ബാക്ക് ഡ്രോപ്പ് ഉള്ള സിനിമകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തതയുണ്ട്. കാരണം ഈ പേരിൽ തന്നെ നമുക്കത് അതൊന്ന് നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്മാദം, ഒരു പോലീസ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഒരു ത്രില്ലർ സ്റ്റോറിക്ക് പറ്റിയ ഒരു പേരല്ല ശരിക്കും ഉന്മാദം. അപ്പൊ അതിനപ്പുറമുള്ള ഒരു സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനപ്പുറമുള്ള സാധാരണ പോലീസ് സ്റ്റോറിക്ക് അപ്പുറമുള്ള ഒരു കാര്യം ഈ സിനിമയിലുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലാണ് ഈ സിനിമയ്ക്ക് ഉന്മാദം എന്നുള്ള ടൈറ്റിൽ ഇട്ടത്. ഇതിൽ ഷെല്ലി എന്നൊരു പോലീസ് കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഷാഹിയുടെ സിനിമകളിൽ നായാട്ടിലും അല്ലെങ്കിൽ ഓഫീസറും ഡ്യൂട്ടിയിലും ചെയ്ത 2 കഥാപാത്രങ്ങളിൽ നിന്നും ആ 2 സിനിമകളിൽ നിന്നും ഏറെ മാറി നിൽക്കുന്ന സിനിമയുമാണ് കഥാപാത്രവുമാണ് ഉന്മാദം അല്ലെങ്കിൽ അതിലെ ഷെല്ലിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സാധാരണ മുമ്പ് കണ്ടിട്ടുള്ള ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഷാഹിയുടെ സിനിമകളിൽ നിന്നും ഇത് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത്. ടൈറ്റിലിംഗ് ഉൾപ്പെടെ വലിയൊരു പ്രത്യേക ഒരു സ്ഥാനം ഈ സിനിമയിൽ ഉണ്ട്. കുറച്ചൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്. ഷാഹി സിനിമകളിൽ ഇതുവരെ അങ്ങനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ഫാക്ടറാണ് ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് എന്ന് പറയുന്നത്. ചെറുതായിട്ട് പേടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് ഈ പേടിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് അണ്ടർ U13+ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അത്യാവശ്യം കാണാവുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടിപ്പിക്കാത്ത ഫാമിലിക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉന്മാദം തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ ഒരു കളക്ഷൻ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും രണ്ടാമത്തെ ദിവസവും അതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ ദിവസവും അത് കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു, ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രതികൂല കാലാവസ്ഥകളിൽ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ളത്.
ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് പ്രോസസ്സ് ഉണ്ട് എങ്കിലും അത് ഏറ്റവും സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു വിമർശനങ്ങൾക്ക് അതീതമായിട്ട് അത് അതിന് മുകളിൽ നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കുന്ന, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കുന്ന ഒരു സിനിമ എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരു ബ്രേക്ക് ചെറുതായിട്ടൊന്നും എടുക്കുകയാണ്. ലിജോ മോൾ ജോയിൻ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ലിജോ മോൾ ലിജോ ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഹലോ 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 ഹലോ. ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ സോറി, ഞാൻ എന്റെ പ്രേക്ഷകരുമായിട്ട് കുറച്ച് അധികം കാണുന്നുണ്ടായിരുന്നു. അല്ല, ഞാനിങ്ങനെ പറയായിരുന്നു, അതായത് നമ്മള് തിയേറ്ററിൽ പോകുമ്പോഴും കിട്ടുന്ന ഒരു റിസപ്ഷനും ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് രണ്ടാമത്തെ ദിവസം വരുന്നതും മൂന്നാമത്തെ ദിവസം അതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന ഒരു വലിയൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ മഴയുള്ള സമയത്ത് ഒടുക്കത്തെ മഴ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരുടെ ഒടുക്കത്തെ സ്നേഹം, അത് നേരിട്ട് ആ സ്നേഹത്തിലുള്ള നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടിക്കകത്താണോ, കാറിനകത്താണോ സാർ? അതെ അതെ അതെ, ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിട്ടൊന്ന് വണ്ടി നിർത്തിയതാ. ഞാൻ തന്നെ പറ്റി ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പം ഞാൻ പറയായിരുന്നു, ലിജോയുമായിട്ടുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ സാധിക്കുന്നത്. ചെറിയ കാലയളവിൽ തന്നെ ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ ഒരു പോളി ആക്ട്രസ് എന്നുള്ളൊരു പേര് നേടിയിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇച്ചിരി ഒരു കഠിന പ്രയത്നമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ടു ബി ഓൺ പേഴ്സണൽ നോട്ട് ഇത് നോക്കുകയാണെങ്കിൽ നമ്മള് കുറെ അധികം ലേയേഴ്സ് ഉള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. കുറച്ച് ടഫായിട്ടുള്ള സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും ആംബിയൻസും നമ്മൾ കൂടെ വർക്ക് ചെയ്തവരും എല്ലാവരും ആ ഒരു ബോണ്ടിങ് ശരിക്കും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളോടുള്ള ഒരു സമീപനത്തിലും ആറ്റിറ്റ്യൂഡിലും എല്ലാം അത് അധികം എഫേർട്ട് എടുക്കാതെ ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി സാധിച്ചിട്ടുണ്ട്. എനിക്കും അത് തന്നെയാണ് തിരിച്ച് ചാക്കോച്ചനെ കുറിച്ചും പറയാനുള്ളത്. ഞാനത് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാക്കോച്ചന്റെ സിനിമകളെക്കാൾ, ഇപ്പൊ ചെയ്തു വന്നിരിക്കുന്ന സിനിമകളെക്കാളും ചാക്കോച്ചൻ ചെയ്യുന്ന പെർഫോമൻസസ്, ക്യാരക്ടേഴ്സിന്റെ അതിന്റെ ആ പെർഫോമൻസസിനെ പറ്റിയിട്ടാണ് ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പെർഫോമൻസുകളും അടിപൊളിയാക്കി കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ഞാൻ ചാക്കോച്ചനായിട്ട് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നന്നായി എന്ന് പറയുമ്പോ അതിന് തീർച്ചയായിട്ടും ചാക്കോച്ചനും ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിനുമാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ മേ ബി ആ ഒരു സീൻ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതിനപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മൊമെന്റിലാണ് ബാക്കിയെല്ലാം സംഭവിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ അത്രത്തോളം ഒരു അടിപൊളി ആളാണെങ്കിലാണ് നമുക്കും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിക്ക് ഞാൻ ശരിക്കും ഒരുപാട് ഹാപ്പിയാണ് ചാക്കോച്ചനൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതില്. പിന്നെ തീർച്ചയായിട്ടും ഷാഹി കബീർ എന്ന് പറയുന്ന റൈറ്റർ, ഇപ്പൊ ഷാഹിക്കയുടെ ഒരു സ്ക്രിപ്റ്റ്, ചാക്കോച്ചന്റെ ഈ ലൈവ് ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചാക്കോച്ചൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ, ഒരു U13+ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ സാഹിക്കയുടെ ഇതുവരെയുള്ള സിനിമകള് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രോപ്പർ ക്ലോഷർ ഉള്ള ഒരു സിനിമയാണ്. അപ്പോ ഇത്രയും മോശം ഒരു എന്താ പറയാ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിട്ട് പോലും ഒരുപാട് പേര് സിനിമ കാണുന്നുണ്ട്. അതും ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിലെ, ബാംഗ്ലൂരിലെ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അത്രയും ദൂരെ ഈ സ്ഥലങ്ങളിലൊക്കെ ഹൗസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കേറുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതില്. പിന്നെന്താ, കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അല്ല, ഞാൻ ലിജോ ഈ ഔട്ട്സൈഡ് കേരളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നെല്ലാം കുറെ അധികം മെസ്സേജുകൾ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെയാണ് ശരിക്കും ബാംഗ്ലൂരിൽ നിന്നുള്ള റെസ്പോൺസുകൾ നമുക്ക് പ്രത്യേകിച്ചും കിട്ടിത്തുടങ്ങി. ഇന്ന് സൺഡേ ആണ് ഓഫ് കോഴ്സ്. അപ്പം അവധി സമയങ്ങളിൽ പ്രത്യേകിച്ചും ഔട്ട്സൈഡ് കേരള, ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പടം കണ്ടിട്ട്
ആൾക്കാർ നമുക്ക് പ്രത്യേകിച്ച് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് അതെ മലയാള സിനിമയുടെ ഒരു റീച്ച് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടീം വരുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. അവർ തിയേറ്ററിൽ ചെന്ന് കാണുക, അല്ലെങ്കിൽ ഹൗസ്ഫുൾ ഷോസ് കേരളത്തിന് പുറത്തും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതെ അതെ അപ്പൊ അവരുടെ റെസ്പോൺസ് കിട്ടുമ്പോഴും വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത്, ഒരു വീട്ടമ്മയുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ശരിക്കും ഉന്മാദം എന്നുള്ളത് ഇങ്ങനത്തെ ഒരു കഥയ്ക്ക് ഈ പേര് എന്താണ് ഇട്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ പോലീസ് സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പേരിൽ പോകാതെ ഈ സിനിമയെ ഏത് രീതിയിലോട്ടാണ് പോകുന്നത് അങ്ങനത്തെ ഒരു ടൈറ്റിൽ നമ്മൾ ഇടാൻ കാരണം. ഷെല്ലിയുടെ ഒരു ഉന്മാദമുണ്ട്. പക്ഷെ ആ ഉന്മാദം എന്ന് പറയുന്നത് സാധാരണ ഷാഹി സിനിമകൾ കാണുന്ന രീതിയിലുള്ള, നേരത്തെ ലിജോ സൂചിപ്പിച്ച പോലെയുള്ള ഒരു ഡാർക്ക് ക്ലോഷർ അല്ല ഇതിലുള്ളത്. ഇത് ഒരു ഷെല്ലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അത് പുള്ളിയുടെ ഫാമിലി ഉണ്ട്, ഒരു മെഡിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ആ രണ്ട് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഇയാള് രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് വേറൊരു പുതിയ ലൈഫ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് ഈ സിനിമ കണ്ട ഒരു വീട്ടമ്മ പറയുമ്പോൾ അതാണ് അതിന്റെ ഒരു വാലിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അങ്ങനത്തെ ഒരു പോയിന്റ് ആലോചിച്ചിട്ടില്ല. ഇല്ലാതെ ഇതിന് അങ്ങനത്തെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലേ എന്ന്. അപ്പൊ ആ രീതിയിൽ കണ്ട് അത് മനസ്സിലാക്കിയ, ഈ സിനിമ ആ രീതിയിൽ മനസ്സിലാക്കുന്ന പ്രേക്ഷകരുണ്ട്. അതിന്റെ ഒരു വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ആംഗിള്, നമ്മൾ പോലും കാണാത്ത ഒരു പോസിറ്റീവ് ആംഗിൾ മനസ്സിലാക്കുന്ന വളരെ എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള, പ്രബുദ്ധരായിട്ടുള്ള ഒരു ഫിലിം ഓഡിയൻ ഉള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പല പല കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് സിനിമകളും അല്ലെങ്കിൽ ചിന്തകളുമായിട്ട് മലയാള സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ മലയാള സിനിമയെ തന്നെ ലോക സിനിമ മുന്നിലേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. അപ്പൊ അതിന് ശരിക്കും ഈ ഒരു സിനിമയും കഥാപാത്രവും തന്ന ഇതിന്റെ ടെക്നീഷ്യൻസിനോടും എല്ലാവരോടും ഇത് അതേ രീതിയിൽ അതേ അളവിൽ തന്നെ സ്വീകരിച്ച പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹവും ഇപ്പൊ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ കണ്ട് ഒരുപാട് പേരുടെ നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ അതും നമ്മളുടെ അടുത്ത് വളരെ കാര്യമായിട്ട് ആളുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇത്രയും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും മോശം ഒരു നമ്മുടെ നാട്ടിൽ ഇത്രയും മഴയുള്ള സമയത്തും ഇത്രയും ആളുകൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നുണ്ട്, കുറെ ഇടങ്ങളിൽ ഹൗസ്ഫുൾ ആണ് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാ പ്രേക്ഷകരോടും തീർച്ചയായിട്ടും നന്ദി പറയാണ്. ഇനിയും മുന്നോട്ട് ഉള്ള യാത്രകളിൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ എല്ലാവരെയും. താങ്ക് യു. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചോളൂ, പോയിക്കോളൂ, ടാറ്റ. ഞാൻ ബാക്കി കുറച്ചും കൂടെ ഇവരുമായിട്ട് ഒന്ന് മുന്നോട്ട് പോവാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങള് കാണാത്ത, ഞങ്ങള് തന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പോണെങ്കിൽ ചാക്കോച്ചൻ തന്നെ എന്നെ കട്ട് ചെയ്ത് ഇടേണ്ട വരുമെന്ന് തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അടങ്ങുള്ളേ. തോന്നുന്നില്ല സൗമ്യ തീരെ സൗമ്യത ഇല്ലാതെയാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. സൗമ്യക്ക് സൗമ്യത ഇല്ലല്ലോ, പേരില് മാത്രമേ ഉള്ളല്ലോ. ഓക്കെ, ഞാൻ അല്ലാതെ ഞാൻ സ്വൈപ്പ് ചെയ്ത് പോവാൻ നോക്കട്ടെ. എനിക്കറിയില്ല ലിജോ, കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ എന്റെ ലൈഫിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ വിടില്ല. എന്റെ മനസ്സിലെന്നും അപ്പൊ ലിജോയോടും സൗമ്യയോടും ഷെല്ലിയുടെ സ്നേഹവും ചാക്കോച്ചിന്റെ സ്നേഹവും അറിയിക്കുകയാണ്. തിരിച്ചു അറിയിക്കുന്നു. എപ്പോഴെങ്കിലും പോയിക്കോ, കുഴപ്പമില്ല കേട്ടോ. ഞാനായിട്ട് വിടുന്നില്ല. അപ്പൊ ഷെല്ലിയുടെയും സൗമ്യയുടെയും ജീവിതവും അതില് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കോപ്പ് സ്റ്റോറി തന്നെയാണ്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, ത്രില്ലുണ്ട്, ചെറിയ സൂപ്പർ നാച്ചുറൽ ഹൊറർ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ച, ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടമ്മ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോയിന്റുകൾ, കാര്യങ്ങൾ വേറൊരു ആംഗിളിൽ അത് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ സിനിമ ഏതെല്ലാം രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് അത് ഏതെല്ലാം രീതിയിൽ അതിന്റെ സൃഷ്ടാക്കൾക്ക് പോലും കാണാത്ത രീതിയിൽ ചിലപ്പോൾ അവർക്കത് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക, ഷെല്ലി എന്ന ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ കൊണ്ടുവരാൻ സഹായിച്ച എല്ലാവരോടും, ഇതിന്റെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഇതിന്റെ പ്രൊഡക്ഷൻ ടീം, അതിന്റെ മ്യൂസിക്, എഡിറ്റ്, ക്യാമറ, കോസ്റ്റ്യൂം, മേക്കപ്പ്, സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും, എന്റെ കോ ആക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇവരോട് എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സിനിമയും ഷെല്ലി എന്ന കഥാപാത്രവും
പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ചാക്കോച്ചൻ എന്ന വ്യക്തിയുടെ പേരിലും ചാക്കോച്ചൻ എന്ന അഭിനേതാവിന്റെ പേരിലും ഉന്മാദം ടീമിന്റെ പേരിലും ഉന്മാദത്തിലെ ഷെല്ലിയുടെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും അംഗീകാരത്തിനും ഇനിയും എനിക്ക് നന്ദി പറയുന്നതിനപ്പുറം നല്ല സിനിമകളിലൂടെ നല്ല കഥാപാത്രങ്ങളിലൂടെയും ആ സ്നേഹവും തിരിച്ചു തരാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാവും. താങ്ക് യു എവരിവൺ. ലവ് യു ഓൾ. Love you all for all the love you are giving me for Shelly and Unmadam and for me. Thank you.